ഹലോ സ്റ്റുഡൻസ്, ഹായ്. നിങ്ങൾ ലാസ്റ്റ് മൊമെന്റ് അല്ലേ? അപ്പോൾ അതിനു മുന്നേ നിങ്ങളോട് രണ്ട് വാക്കൊന്ന് സംസാരിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ റോഷ്നി മിസ്സാണ്. ഞാൻ മായാറാണി ടീച്ചർ. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പല വീഡിയോകളുടെയൊക്കെ മിസ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഇടേണ്ട ഡ്രസ്സുകളെ എൻ്റെ സ്റ്റൈല് അല്ലേ, ഉപയോഗിക്കേണ്ട ആക്സറീസ് എല്ലാം മിസ്സ് കൃത്യമായിട്ട് നിങ്ങളിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ പറയുമ്പോഴേ ലാസ്റ്റ് പരീക്ഷ അതെല്ലാവരും നിങ്ങളോട് പറഞ്ഞു തരാറുള്ള കാര്യമാണ്. പരീക്ഷ എളുപ്പമാകുമോ പാടാകുമോ എങ്ങനെ ആയിക്കോട്ടെ. എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, പാടാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യൻസ് പാടായാലും അവർ പേടിക്കരുതല്ലേ മിസ്? അപ്പം പാടാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പം അതിന്റെ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരുമെന്നല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ടീച്ചർ തിരിച്ചായിരിക്കും ഇവർക്ക് പ്രശ്നം വരുന്നത്. കാരണം പരീക്ഷ പാടാവുമ്പോൾ ഇവരെല്ലാവരും കുറച്ചുകൂടെ ഒരു കോൺഷ്യസ് കൺട്രോളിൽ തന്നെ എഴുതും. പക്ഷെ എളുപ്പമാകുമ്പോൾ ആകെ ഒരു വെപ്രാളത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ എഴുതി പോകാനുള്ള, കാരണം കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ. നമ്മൾ ഇത്രയും പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളാ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് കാണില്ല, എല്ലാം നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ആവേശം കയറി അബദ്ധം കാണിക്കരുത്. അതെ അതെ, പെട്ടെന്നൊരു ഹറിബറി വന്നിട്ട് ശ്രദ്ധിക്കാതെ എഴുതരുത്. കാരണം നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞുകൂടായി എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ആകെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു തെറ്റെന്ന് പറയുന്നത് നിങ്ങളുടെ കെയർലെസ്നെസ്. അതൊരിക്കലും ഉണ്ടാകാതെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഓരോ ഓപ്ഷനും ഒന്നുകൂടെയൊക്കെ നോക്കി വേറെയുള്ള ഓപ്ഷനുകൾ വരാനുള്ള പ്രോബബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊന്നും അല്ല എന്ന് ഉറപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് ഒരു 100% കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. സമയം ഉണ്ടാവും ഇവർക്ക്. കാരണം ആ 4 ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട്, നല്ല പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓപ്ഷൻസ് 4 വായിച്ചിട്ടേ ആൻസർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. മാർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കുന്നുള്ളത് ഒരെണ്ണം മാർക്ക് ചെയ്താൽ പോലും നമ്പർ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ സെലക്ട് ചെയ്ത് എഴുതാനൊക്കെ ശ്രദ്ധിക്കണം. അതെ, അതിപ്പോ 5ാമത്തെ കഴിഞ്ഞിട്ട് നിങ്ങൾ 10ാമത്തെ ആണ് എഴുതുന്നതെങ്കിൽ ഓക്കെ, 10ാമത്തെ ഇതിന് നേരെയാണോ എന്നൊക്കെ നോക്കിയിട്ട് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ 1-2 അറിയത്തില്ലാതാണേലും പാനിക് ആകാനൊന്നും പാടില്ല. വളരെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ബാക്കി കിടക്കുന്നതെല്ലാം. അപ്പോൾ അതൊക്കെ വായിച്ചാലല്ലേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ വായിക്കുമ്പോൾ ഇപ്പം ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി തെറ്റെന്നുള്ള ക്വസ്റ്റ്യൻസ് വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ ആ ഓരോന്നും വായിച്ചു പോകുമ്പോൾ തന്നെ ശരിയോ തെറ്റോ ഇട്ടിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പം നോക്കണം അത് ശരി എഴുതാനാണോ അതോ തെറ്റേതാതെന്ന് ചോദിച്ചിട്ടാണോ എന്നുള്ളത്. അത് തെറ്റിക്കുന്നവരുണ്ട്. എപ്പോഴും പറയും പോലെ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് വട്ടം വരച്ചോ ഒന്ന് അടിയിൽ വരയിട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബബിൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കണം ശരി എഴുതാനാണോ അതോ തെറ്റാണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇനി ശരിക്കും വന്ന് ടീച്ചർ ഇവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പഠിച്ചെല്ലാം നിങ്ങൾ കഴിഞ്ഞു, ഓർമ്മയില്ല എന്നൊക്കെ തോന്നും, അത് സ്വാഭാവികം. പക്ഷെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുമ്പോൾ എല്ലാം നിങ്ങളുടെ ഓർമ്മയിലോട്ട് വന്നോളും. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പൊ ആ ഒരു അരമണിക്കൂറിന് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഒരു വേയിലോട്ട് വന്നോളൂ. ആദ്യത്തെ ചിലപ്പം ഫസ്റ്റ് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ കുറെ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അസേഷൻസ് ആയിരിക്കും കാണുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതൊന്നും കണ്ടിട്ട് പാനിക് ആവാതെ ജസ്റ്റ് ഒന്ന് ഇരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്നൊക്കെ വായിച്ച് സമാധാനത്തോടെ വായിച്ചൊരു ഒരു 10-15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ. നീറ്റ് എക്സാമിന്റെ അതേ മോഡലിലാണല്ലോ നമ്മളിവിടെ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു സീൽ എന്ന് പറഞ്ഞാൽ ആ സീല് പോലും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതായിരുന്നേ. അപ്പം അതിന്റെ ടൈം പോലും മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അസേർഷൻ ഡിസം വരുമ്പോൾ അതിൽ മിസ്സേ നമുക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു തോട്ടാണ് എ ചോയ്സ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയല്ലാതെ ആ ഒരു ഓപ്ഷൻ 3ാമതായിട്ടും 4ാമതായിട്ടും ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നും ഒക്കെ കിട്ടിക്കാണും. പക്ഷെ അത് എത്രാമത്തെ ചോയ്സിലാണ് കിടക്കുന്നത് നോക്കിയിട്ട് എഴുതാവുള്ളൂ. യൂഷ്വലി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്നുണ്ട്, നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ രണ്ടുമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് അത് ഓർഡർ മാറി വരാം. പിന്നെ മിസ്സേ കഴിഞ്ഞൊരു വർഷം വന്നൊരു ഫിഗർ തന്നിട്ട് ലേബലിംഗ് ABCD ഓർഡർ, അത് എ ഇന്നർ ടു ഔട്ടർ ആയിരുന്നു. പക്ഷെ A-B കഴിഞ്ഞിട്ട് C അവർ ഏറ്റവും പുറത്തെ ലേബലിംഗിൽ കൊണ്ടിട്ടു. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത് അവിടെ ആ സമയത്ത് അതിനകത്ത് പിക്ചറിൽ എന്താണോ തന്നിരിക്കുന്നത് അത് നോക്കിയിട്ട് കൃത്യമായിട്ട് വേണം എഴുതാൻ. നമുക്കൊരു ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്നറിൽ നിന്ന് ഔട്ടറിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. പതുക്കെ ലേബൽ ചെയ്ത് നോക്കിയിട്ട് എഴുതിയാലും ഒരു തെറ്റുമില്ല അങ്ങനെയാവുമ്പോൾ കേട്ടോ. അതുപോലെ കഴിഞ്ഞ തവണ മിസ്സേ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത്. ആ പടത്തിലെ പല പാർട്സ് അവർ ലേബൽ ചെയ്തിട്ടൊക്കെ ABCD. എന്നിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ 6ാം ക്ലാസ് തൊട്ടൊക്കെ പഠിക്കുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. റാഡിക്കൽ അല്ലെ റൂട്ട് സിസ്റ്റം ഈസ് ഡെവലപ്പ് ഫ്രം. റാഡിക്കൽ ആണെന്ന് അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളില്ല. എന്നിട്ട് അവർ മോണോകോട്ട് എംബ്രിയോയുടെ ആ പടം തന്നെ, ആ സീഡിന്റെ പടം തന്നിട്ട് അതിൽ റാഡിക്കൽ എന്ന മാർക്കിംഗ് ഏതിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ചോദിച്ചിരിക്കുക. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, അപ്പൊ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ലേബലിംഗ് റാഡിക്കൽ ഏതാണെന്ന് മനസ്സിലാക്കി എഴുതണം.
അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻ, പക്ഷെ അതങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഇവർ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ഫിഗർ വരുമ്പോഴും നമുക്ക് എങ്ങനെ കൃത്യം വരുന്ന എല്ലാം നമുക്ക് അറിയാം, പക്ഷെ അത് ഏത് രീതിയിൽ ചോദിക്കുന്നു, എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ടീച്ചർ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഗ്രാമാറ്റിക്കൽ ചേഞ്ച് അല്ലാതെ വേറൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും കാം ആയിട്ട് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം അല്ലെ, ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാ രീതിയിലുള്ള ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. പരീക്ഷകളെല്ലാം നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഒരു രീതികൾ പോലും അതേ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് പരീക്ഷ നടത്താൻ വരെ നമ്മളെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതുമ ആ കാര്യത്തിലൊന്നും അവിടെ ഫീൽ ചെയ്യൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നല്ല കൂളായിട്ടിരുന്ന് കാമായിരുന്ന് പരീക്ഷ എഴുതാന്നുള്ളത് മാത്രം ചെയ്താൽ മതി. മാത്രമല്ല ടീച്ചർ, എനിക്ക് തോന്നുന്നു നമ്മൾ ബയോളജിക്കാരെയാണ് ഇവർക്ക് കൂടുതൽ മറന്നു പോകുമെന്ന് സംശയിക്കുന്നത്. പക്ഷെ അത് നമുക്ക് പറയാനുണ്ടല്ലേ, ഒന്നും നിങ്ങൾ മറന്നു പോകില്ല. നമുക്ക് റോഷൻ ടീച്ചറിനെ മായ ടീച്ചറിനെ കണ്ടാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും നിങ്ങൾ എല്ലാം ഓർക്കും. നമുക്ക് പിന്നെ ഇത്രയും കണ്ടന്റ് കിടക്കുമ്പോൾ മറക്കോ എന്നുള്ളൊരു ഒരു ആങ്സൈറ്റി കാരണം വരുന്നതാണ്. ഇതൊന്നും നമ്മൾ മറക്കൂല. നമ്മൾ ഫുൾ അടിപൊളിയായിട്ട് പരീക്ഷാ ഹാളിൽ ചെന്ന് സൂപ്പറായിട്ട് പരീക്ഷ എഴുതും. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാർത്ഥിക്കുന്ന പോലും ഞങ്ങൾ ഇതാണ്, നിങ്ങൾക്കെല്ലാം പഠിച്ച് നിങ്ങൾക്കറിയാം, അത് ആ സമയത്ത് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റണേന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ശരിയാണ് അല്ലേ ടീച്ചർ? നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെയൊക്കെ വീട്ടില് ഒരു മൂക്ക് വേണ്ടി അല്ലെങ്കിൽ 2 മൂക്ക് വേണ്ടി അമ്മമാര് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ 10,000-കണക്കിന് മക്കൾക്ക് വേണ്ടിയിട്ട്, അത് ഒരാളല്ല കേട്ടോ, ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് തുടങ്ങി ഡയറക്ടേഴ്സ് വരെ ഇതേ പ്രാർത്ഥനയിലാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവരോട് നിങ്ങൾ ഏറ്റവും സന്തോഷമായ മുഖത്തോടെ നിങ്ങൾ ഞങ്ങളെ കാണാൻ വരിക. പിന്നെ ഇനിയുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഇപ്പൊ ചില കുട്ടികൾ എനിക്ക് ലാസ്റ്റ് നിമിഷം ഒന്നും വായിച്ചില്ലെങ്കിൽ മറന്നു പോകുന്നു ചിന്തിക്കുന്നുണ്ടെങ്കിൽ വായിച്ചോ, ഒരു കുഴപ്പമില്ല. അതല്ല ഞാൻ 2 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, അതാണ് എനിക്ക് കംഫർട്ടെങ്കിൽ അത് ചെയ്തു. നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങണം. ഇനിയുള്ള ദിവസം നന്നായിട്ടൊന്ന് ഉറങ്ങുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. വീട്ടിലൊക്കെ പോവാണെങ്കിൽ ഇച്ചിരി അമ്മയുടെ അടുത്തൊക്കെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അമ്മയുടെ കൂടെ കുറച്ച് സമയമൊക്കെ ചെലവഴിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് ഇരിക്കുക അല്ലേ? എല്ലാവർക്കും കൂടെ ആയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റിംഗ് ഒന്നും ഇല്ല. ഓരോരുത്തരും അവരവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ മറിച്ച് നോക്കിയിട്ട് പോയിട്ട് എഴുതിക്കോളുക. അല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ നല്ല പ്രസൻസ് ഓഫ് മൈൻഡോടെ എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.